ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് പേജ് നമ്പർ 37 പ്രോബ്ലംസാണ്. 3 പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 8. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1.5 meters of cloth is needed for a shirt. How much cloth is required for 5 such shirts? ഒരു ഷർട്ടിന് 1.5 മീറ്റർ തുണി ആവശ്യമാണ്. അത്തരം 5 ഷർട്ടുകൾക്ക് എത്ര തുണി ആവശ്യമാണ്? ആൻസർ: ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട് ഈക്വൽ 1.5 മീറ്റർ. അടുത്തത്, അങ്ങനെ 5 ഷർട്ട് തയ്ക്കാൻ എത്ര തുണി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോത്ത് നീഡഡ് ഫോർ 5 ഷർട്ട്സ് ഈക്വൽ 5 ഇൻറ്റു 1.5. അപ്പോൾ 5 ഇൻറ്റു 1.5നെ നമുക്ക് 1 + ½ ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം. ഇനി പുറത്ത് കിടക്കുന്ന 5 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 1നെയും ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 ഇൻറ്റു 1 ബ്രാക്കറ്റിൻ്റെ അകത്ത് കണ്ടില്ലേ ഒരു പ്ലസ് ഇടണം. എന്നിട്ട് 5 ഇൻറ്റു ഹാഫ്. 5 ഇൻറ്റു 1 എത്രയാണ്? 5 പ്ലസ് 5 ഇൻറ്റു ഹാഫ് 5 ആ 1 കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2. ഇനി എന്ത് ചെയ്യാം? 5 പ്ലസ് 5/2. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 എന്ന് കിട്ടും. 2 1/2 എന്ന് കിട്ടും. അത് എഴുതുക. ഇനി ഹോൾ നമ്പേഴ്സായ 5നെയും 2നെയും ആഡ് ചെയ്യണം. അപ്പോൾ 5 + 2 7, പിന്നെ ഹാഫ്. അപ്പോൾ 7.5 മീറ്റേഴ്സ്. ഇത് മറ്റൊരു തരത്തിൽ ചെയ്യാം. അതാണ് ഞാൻ എന്നിട്ടിട്ട് വേറൊരു രീതിയിലും കൂടി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈക്വൽ ഇട്ടിട്ട് 5 ഇൻറ്റു 1.5 ഈക്വൽ 5 ഇൻറ്റു മറ്റേ 1.5 മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അത് എങ്ങനെയാണ്? 1 ഇൻറ്റു 2 + 1 1 2 ഈസ് 2 + 1 3 3/2 എന്ന് എഴുതാം. അപ്പോൾ 5 ഇൻറ്റു 3/2 ഈക്വൽ മുകളിലുള്ള 5നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 15 ഡിവൈഡഡ് ബൈ 2. ഇനി 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 7 1/2 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതി ചെയ്യാനാണ് എളുപ്പം, അത് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തില്ലേ, അപ്പോൾ ഇതിലേതാണ് ഈസി അതുപോലെ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the price of 1 kilogram of okra is 30 rupees. What is the price of 2.5 kilogram? 1 കിലോഗ്രാം വെണ്ടക്കയുടെ വില 30 രൂപയാണ്. 2.5 കിലോയുടെ വില എത്രയാണ്? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ഓക്ര ഈക്വൽ 30 rupees. പ്രൈസ് ഓഫ് 2.5 കിലോഗ്രാം ഓഫ് ഓക്ര ഈക്വൽ 30 ഇൻറ്റു 2.5 ഈക്വൽ 30 ഇൻറ്റു 2.5 എങ്ങനെ എഴുതും? 2 + ½ അത് ബ്രാക്കറ്റിനുള്ളിൽ എഴുതണം. ഈക്വൽ 30 ഇൻറ്റു 2. ഇനി വെളിയിലുള്ള 30യെ ബ്രാക്കറ്റിനുള്ളിലുള്ള 30 കൊണ്ട് 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 30 കൊണ്ട് ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 30 ഇൻറ്റു 2 അത് ബ്രാക്കറ്റിൽ എഴുതുക, പ്ലസ് 30 ഇൻറ്റു ½. 30 ഇൻറ്റു 2 എത്രയാണ്? 60. ബ്രാക്കറ്റിനുള്ളിലുള്ള 30 ഇൻറ്റു ഹാഫ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 30 ഇൻറ്റു 1 30 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 60 പ്ലസ് 30യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15. അപ്പോൾ 60 + 15 അത് ആഡ് ചെയ്യുമ്പോൾ 75 rupees. ഇനി വേറൊരു രീതിയിലും ചെയ്യാം, അതും കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? 30 ഇൻറ്റു 2.5 30 ഈക്വൽ 30 ഇൻറ്റു 2.5നെ എങ്ങനെ എഴുതാം? 2 2s are 4 + 1 5 5/2 എന്ന് എഴുതാം അല്ലേ. ഇനി 30യും 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 2. 150യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75 rupees എന്ന് കിട്ടും. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഏതാണ് നിങ്ങൾക്ക് ഈസി ആ രീതിയിൽ ചെയ്താൽ മതിയാകും കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ വാക്സ് 2.5 kilometers in an hour. At the same speed, how far will he walk in 1.5 hours? ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുന്നു. അതേ വേഗതയിൽ 1.5 മണിക്കൂറിനുള്ളിൽ അയാൾ എത്ര ദൂരം നടക്കും? അപ്പോൾ ആൻസർ എങ്ങനെ സ്റ്റെപ്പ് എഴുതാം? ഡിസ്റ്റൻസ് ഹി വാക്സ് ഇൻ 1 hour 1 മണിക്കൂറിൽ അയാൾ നടക്കുന്ന ദൂരം ഈക്വൽ 2.5 kilometer. ഡിസ്റ്റൻസ് ഹി വാക്സ് ഇൻ 1.5
hours equal 1.5 into 2.5. 1.5-നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ എങ്ങനെയാക്കും? 1 2 is 2 plus 1 3 into 2 2s are 4 plus 1 5 അപ്പോൾ 3/2 into 5/2. അപ്പോൾ മുകളിലുള്ള 3യും 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ താഴെ 2 2s are 4. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 4. ഇനി 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/4 കിലോമീറ്റർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.